Behold, I stand near you and knock at the door to enter. Behold, I stand near you and knock at the door to enter. If anyone hear my voice and open the door for me, I'll come to him and share the meal with my friend. If anyone hear my voice and open the door for me, I'll come to him and share the meal with my friend. Word of God is power. Word of God is truth. Word of God is everlasting. Hallelujah. Word of God is power. Word of God is truth. Word of God is everlasting. Hallelujah. Word of God is power. Word of God is truth. Word of God is everlasting. Hallelujah. Word of God is power. Word of God is truth. Word of God is everlasting. Hallelujah. ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വചനഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളാണ്. റോമർ 8, 14, 15 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. സഹോദരങ്ങളെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു വചനഭാഗമാണിത്. ദൈവം പിതാവ് എന്ന തലത്തിലും നാം അവൻ്റെ മക്കൾ എന്നുള്ള തലത്തിലും ജീവിക്കുക എന്നുള്ളതാണ് വേദപുസ്തകം ആഗ്രഹിക്കുന്ന യഥാർത്ഥമായൊരു ദൈവബന്ധം. അതിൽ ആരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രാരംഭത്തിൽ നാം വായിച്ചു കേട്ടു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന അവകാശത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള വ്യക്തികളായിരിക്കണം എന്നത്രേ അർത്ഥം. സഹോദരങ്ങളെ, ഈ വചനഭാഗത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എത്രമാത്രം നാം ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളവരാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നാം നമ്മെ തന്നെ ക്രിസ്ത്യാനി എന്ന പേര് കൊടുത്ത് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളെക്കുറിച്ചൊരു ആപ്ലിക്കേഷനിൽ നാം ഏത് മതവിഭാഗപ്പെട്ടവനെന്ന് ചോദിച്ചാൽ നാം ഉത്തരം പറയുന്നത് ഞാനൊരു ക്രിസ്ത്യനാണ്, ക്രിസ്ത്യാനിയാണ്, വളരെ അഭിമാനത്തോടു കൂടി. മറ്റേതൊരു സമൂഹത്തിൽ നാം ചെന്നാലും വളരെ അഭിമാനത്തോടുകൂടി നാം നമ്മെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കുന്നത് നാം ക്രിസ്ത്യാനി എന്നുള്ളതാണ്. പക്ഷേ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് ക്രിസ്ത്യാനി എന്നിരിക്കെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൻ മകൾ എന്നിരിക്കെ, എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ഈ നയിക്കലുണ്ട്, ഈ ഇടപെടലുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. അതിനായിട്ട് ദൈവവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഒന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പിതാവാം ദൈവവും പരിശുദ്ധാത്മാവും, അല്ലെങ്കിൽ പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു ബന്ധമാണോ നമുക്കും പരിശുദ്ധാത്മാവും തമ്മിലുള്ളത്? പിതാവാം ദൈവവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആഴമായൊരു സ്നേഹബന്ധത്തിൻ്റെ തലമാണോ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നാം എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ഹൃദയപൂർവമായ ബന്ധം ഏത് തരത്തിലാണ്? സത്യത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലാണ് നാം തിരിച്ചറിയേണ്ടതെന്നുള്ള വലിയ സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്ത് നമുക്ക് ഓർമ്മിപ്പിച്ചു തരിക. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ് നമുക്കുള്ളതെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം മക്കൾ എന്ന ബന്ധമായിരിക്കും. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഏത് തലത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ക്രിസ്തുവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്,
ആരാധനയിൽ സംബന്ധിക്കുന്നവരാണ്, കൂദാശകൾ സ്വീകരിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ നാം നമ്മെക്കുറിച്ച് തന്നെ പറയാറുണ്ട്. എങ്കിലും എത്രമാത്രം ഹൃദയം കൊണ്ടുള്ളൊരു ബന്ധം നമുക്കുണ്ട്, ശരീരം കൊണ്ടുള്ള ബന്ധം നമുക്ക് ദൈവത്തോടുണ്ട്. പലപ്പോഴും പ്രകടനങ്ങൾ കൊണ്ടുള്ള ബന്ധം നമുക്കുണ്ട് ദൈവത്തോട്, വാക്കുകൾ കൊണ്ടുള്ള ബന്ധമുണ്ട്, പ്രാർത്ഥന കൊണ്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ ഹൃദയം കൊണ്ടുള്ള ബന്ധം എത്രമാത്രമുണ്ട്? ഈ അടുത്ത കാലത്ത് ദൈവാത്മാവ് നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ ധ്യാനിക്കുവാനായിട്ട് എൻ്റെ മനസ്സിൽ തന്ന ഒരു 3 തലങ്ങളെക്കുറിച്ച് ഇന്നൊന്ന് സംസാരിക്കുവാനാണ് ഈ വചനവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വരുന്ന ഒന്നാമത്തെ തലം ഇഷ്ടം എന്നുള്ളൊരു തലമാണ്. ദൈവത്തെ എനിക്കിഷ്ടമാണ് എന്നുള്ളൊരു തലമുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വരുന്ന രണ്ടാമത്തെ ഒരു തലം സ്നേഹം എന്നുള്ളൊരു തലമാണ്. അതിൻ്റെ മൂന്നാമത്തെ ഒരു തലം പ്രണയം എന്നുള്ളൊരു തലമാണ്. ഒരു വ്യക്തിയുമായിട്ട് ഹൃദയപൂർവമായിട്ടുണ്ടാകേണ്ട ബന്ധത്തെ ഈ 3 തലത്തിൽ നിന്നുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഇതിൽ ഏത് അവസ്ഥയിൽ കിടക്കുന്നു എന്നുള്ളതിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒന്നാമത്തേത് ഇഷ്ടം എന്നുള്ള തലമാണ്. എന്താണ് ഇഷ്ടം എന്നതിൻ്റെ ഒരർത്ഥം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്? എനിക്ക് ഇന്നയാളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അയാൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ദൈവത്തെ എനിക്കിഷ്ടമാണ്. ഇന്ന് പലപ്പോഴും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അങ്ങനെ കിടക്കുന്നു. എന്തുകൊണ്ട് ഇഷ്ടമാണ്? ദൈവത്തെ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടമാണെന്ന് ചോദിച്ചാലോ അതിനുത്തരമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവം എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ എനിക്കിഷ്ടമാണ്. എനിക്ക് നല്ല മാതാപിതാക്കളെ തന്നു, എനിക്ക് നല്ല ജീവിത പങ്കാളിയെ തന്നു, നല്ല പഠന സാഹചര്യങ്ങൾ തന്നു, കുഞ്ഞുങ്ങളെ തന്നു, എനിക്ക് നല്ല കൂട്ടുകാരെ തന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം തന്നതുകൊണ്ട് എനിക്ക് ദൈവത്തെ ഇഷ്ടമാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഞാനൊരു മറുചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ അനുഗ്രഹങ്ങളൊക്കെ ദൈവം നിങ്ങൾക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താകുമായിരുന്നു? അപ്പോൾ ഇഷ്ടമല്ലാതാകുമായിരുന്നു. നിങ്ങൾക്കിന്നൊരു രോഗമുണ്ട്. ഈ രോഗം മാറാൻ വേണ്ടി എത്രയോ നാളുകളായി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നിങ്ങളുടെ രോഗം മാറിയിട്ടില്ല. കഴിഞ്ഞ 6 വർഷമായി ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ഈ രോഗം മാറ്റാത്ത ക്രിസ്തുവിനോട് നിങ്ങൾക്ക് സ്നേഹമാണോ? നിങ്ങൾക്ക് ബന്ധമുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ നന്മകൾ ചെയ്ത് തന്ന വ്യക്തിയെ നാം സ്നേഹിക്കുന്നതിന് പറയുന്ന പേരാണ് ഇഷ്ടം എന്ന് പറയുന്ന ഒരു തലം. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഈ തലത്തിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്നു. എന്നാൽ സ്നേഹം എന്നുള്ള തലത്തിലേക്ക് അത് വളരുമ്പോഴോ അവിടെ എപ്രകാരമാണത് കാണാൻ സാധിക്കുക? സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ചെയ്ത് തരാത്ത വ്യക്തിയെയും നാം സ്നേഹിക്കുന്ന ഒരു അനുഭവമാണ് സ്നേഹം. അതായത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെയൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ സ്നേഹത്തിൻ്റെ തലങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില ഭാര്യമാരൊക്കെ വളരെ സങ്കടത്തോടെ വന്ന് പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ദുർശീലത്തെക്കുറിച്ച്. അച്ഛാ, ഭർത്താവ് വലിയ മദ്യപാനിയാണ്. എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിൽ വന്നിട്ട് എന്നെ പിടിച്ചിട്ട് ഇടിക്കുകയാണ് അയാളുടെ ജോലി. എന്നെയും ഇടിക്കും, മക്കളെയും ഉപദ്രവിക്കും. വീട്ടിൽ വളരെ ബഹളവും പ്രശ്നങ്ങളും. കഞ്ഞി വെച്ചിരിക്കുന്ന പാത്രം പോലും എടുത്ത് കമത്തിക്കഴയും. പിള്ളേർക്ക് പോലും ഭക്ഷണം കൊടുക്കില്ല. ആ അവസ്ഥയിലാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോഴും എല്ലാ ദിവസവും വൈകുന്നേരം മദ്യപിച്ചിട്ടാണെങ്കിൽ പോലും ഈ ഭർത്താവ് വരുന്നുണ്ടോ എന്ന് ഉമ്മറത്ത് കാത്തുനിന്ന് നോക്കി നിൽക്കുന്ന ഒരു ഭാര്യയുടെ രൂപമുണ്ട്. ആ ഭാര്യയാണ് സ്നേഹമുള്ള ഭാര്യ എന്ന ആ ഒരു തലത്തിന്, അല്ലെങ്കിൽ ആ ഒരു നിർവചനത്തിന്, ആ ഒരു പേരിനർഹയായിട്ടുള്ള സ്ത്രീ. നിങ്ങൾ ആ തരത്തിലാണോ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം? എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ ഉപദ്രവിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുക. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാത്തൊരു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിലാണ് സ്നേഹമെന്ന തലത്തിലേക്ക് അത് വന്നിട്ടുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നടത്തി തരാത്ത ഒരു ക്രിസ്തുവിനെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ മാത്രമാണിത് സ്നേഹത്തിൻ്റെ ഒരു ദൃഢതയിലേക്ക് വളരുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രഥമമായ ഇഷ്ടമെന്ന് പറയുന്ന ഒരു വളരെ ബാലിശമായ, വളരെ ഭൗതികമായ ഒരു തലത്തിൽ മാത്രം അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടമെന്ന പദത്തിന് ഞാൻ നിർവചനം കാണുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നതിന് പറയുന്ന പേരാണ് ഇഷ്ടം.
സ്നേഹം എന്നുള്ളതിന് ഞാൻ കൊടുക്കുന്ന നിർവചനം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടും ചിലതൊക്കെ ചെയ്ത് തരാതിരുന്ന വ്യക്തിയെ ഞാൻ വീണ്ടും സ്നേഹിക്കുന്നതിന് പറയുന്ന പേരാണ് സ്നേഹം എന്നുള്ളൊരു തലം. എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അവിടെയും നിൽക്കരുതെന്നുള്ള സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധിപ്പിക്കുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതിലും അപ്പുറത്തേക്ക് വളരണം, ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു പ്രണയം എന്ന തലത്തിലേക്ക്, ആഴമായൊരു പ്രണയബന്ധത്തിൻ്റെ തീവ്രതയിലേക്ക് ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. വേദപുസ്തകത്തിൽ ഈ പ്രണയബന്ധത്തിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു വചനകാവ്യം ആണ് ശലോമോൻ്റെ ഉത്തമഗീതം എന്ന് പറയുന്ന ആ ഒരു പുസ്തകം. വചനകാവ്യം എന്ന് തന്നെ അതിനെ ഞാൻ വിളിക്കട്ടെ. ആ വചനഭാഗങ്ങളെ നോക്കുമ്പോൾ അതിൽ കവിത പോലെ തോന്നും, പക്ഷേ അതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പ്രണയത്തിൻ്റെ അന്തസത്തയാണ്, പ്രണയത്തിൻ്റെ ഒരു ദൈവാനുഭവമാണ്, പ്രണയത്തിൻ്റെ ഒരു ബന്ധമാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഈ ഒരു പ്രണയപൂർവമായ സമീപനം ഉണ്ടാകാറുണ്ടോ, പ്രണയത്തിൻ്റെ ഒരു ദൈവാനുഭവം നമുക്കുണ്ടാകാറുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ ഹൃദയപൂർവമായ പ്രണയത്തിൻ്റെ ഒരു അവസ്ഥയുടെ പ്രത്യേകത? പ്രണയത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഞാൻ ഈ ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ കിട്ടിയ നാൾ മുതൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ പല കാര്യങ്ങളും ഞാൻ പലരിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കി. ഈ അടുത്ത കാലത്ത് ഇവിടെ യുവതീയുവാക്കന്മാരുടെ ധ്യാനം നടന്ന സമയത്ത് ധ്യാനത്തിന് വന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ഓർക്കുകയാണ്. ആ പെൺകുട്ടിയെ അപ്പനും അമ്മയും കൂടിയാണ് കൊണ്ടുവന്നത്. ഒരിക്കൽ ഒരു കയ്യിൽ അപ്പൻ പിടിച്ച് മറ്റേ കയ്യിൽ അമ്മ പിടിച്ച് നടുക്ക് ഈ കുഞ്ഞ് വരുമ്പോൾ സത്യത്തിൽ ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം അവൾക്കൊട്ടും ഇഷ്ടമല്ല. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഈ പെൺകുട്ടി ധ്യാനം കൂടാനായിട്ട് വരുന്നത്. ഇവൾക്കൊട്ടും തന്നെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഇഷ്ടമല്ല. ആ അവസ്ഥയിൽ ഇവളെ ധ്യാനം കൂടാനായിട്ട് കൊണ്ടുവന്നു. ഈ അപ്പനും അമ്മയും കൂടെ ഇവളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആ പിതാവ് പറഞ്ഞു, ഇവൾക്കൊരു രോഗമുണ്ട്. എന്താണ് ഇവളുടെ രോഗം? ഇവൾക്ക് ശക്തമായ തലവേദനയാണ്. ഞാൻ ചോദിച്ചു, എത്ര നാളായി തുടങ്ങിയിട്ട്? 1.5 വർഷമായിട്ട് ഇവൾക്ക് ഈ രോഗമുണ്ട്. വല്ല ഡോക്ടർമാരെയും കാണിക്കാൻ പാടില്ലായിരുന്നോ? ഉടനെ അവർ പറയുന്നു, ഉത്തരം, അച്ഛൻ ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല. ഡോക്ടർമാർ ഇവളെ നോക്കി, തലയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കി, പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തി നോക്കി. പക്ഷേ അവരൊക്കെ പറയുന്നത് ഇവൾക്കൊരു കുഴപ്പമില്ല എന്നാണ്. പക്ഷേ എന്താണ് ഇവളുടെ രോഗമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി താഴേക്ക് നോക്കി നിൽക്കുകയാണ്. ഞാൻ അവളുടെ പേര് വിളിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചോദിച്ചു, മുഖത്ത് നോക്കി ചോദിച്ചു, മോളെ എന്താ നിൻ്റെ രോഗത്തിൻ്റെ കാരണം? അവളൊന്നും മിണ്ടുന്നില്ല. അവൾ തല താഴേക്ക് താഴ്ത്തി. എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ഇവളോട് സംസാരിച്ചോളാം, ഇപ്പോൾ ധ്യാനത്തിനിരിക്കട്ടെ. രജിസ്ട്രേഷൻ നടത്തി ആ കുഞ്ഞ് ധ്യാനത്തിൽ പ്രവേശിച്ചു. ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം ഞാൻ അവളെ വിളിപ്പിച്ചിട്ട് ഒരു കൊച്ചു ചോദ്യം അവളോട് ചോദിച്ചു, മോളെ ഇപ്പോൾ തലവേദന കുറവുണ്ടോ? അവൾ പറഞ്ഞു, കുറവുണ്ട്. ഞാൻ അവളോട് 2ാമത്തെ ചോദ്യം ചോദിച്ചു, നിനക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ? അവൾ ആദ്യം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് മൊബൈൽ ഫോൺ ഉള്ള വിവരം നിൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാമോ? ഇല്ല. അവൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വിവരം അപ്പനും അമ്മയ്ക്കും അറിയില്ലത്രേ. ഞാൻ ചോദിച്ചു, എത്ര നാളായി നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? അവൾ 1.5 വർഷമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അവളുടെ മൊബൈൽ ഫോൺ ഒരു പ്രാവശ്യം പോലും റിങ് ചെയ്തിട്ടില്ല. കാരണം അത് എപ്പോഴും സൈലൻറ്റിലായിരിക്കും. രാത്രി 11 മണിക്ക് ശേഷം അത് വൈബ്രേറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ, അത് വിറയ്ക്കുക മാത്രമേ ഉള്ളൂ. അതാണ് അവളുടെ ഒരു വലിയ അവസ്ഥ എന്ന് പറയുന്നത്. അവൻ മേടിച്ചു കൊടുത്തിരിക്കുന്നതാണ് അത്രേ അവൾക്ക് ആ മൊബൈൽ ഫോൺ. അവൾ സ്നേഹിക്കുന്ന പുരുഷൻ അവൻ മേടിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഈ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ അവൾ വാങ്ങിയിട്ട് ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് രാത്രി മുഴുവൻ അവൾ പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള സല്ലാപം. 11 മണിക്ക് ആ സല്ലാപം ആരംഭിച്ചാൽ വെളുപ്പിന് 4 മണി വരെ അവനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും അത്രേ. 1.5 വർഷമായിട്ട് തുടർന്നു കൊണ്ടുപോകുന്ന ഈ പ്രോസസ്സ്. 4 മണി വരെ പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ട് 4 മണിക്ക് അവൾ കിടന്നുറങ്ങും. എഴുന്നേൽക്കുന്നത് 5:30 മണിക്ക് അമ്മ വന്ന് വിളിക്കും, പഠിക്കാൻ എഴുന്നേൽപ്പിക്കും. 1.5 മണിക്കൂർ അവളുടെ രാത്രിയിലത്തെ ഉറക്കം. പിന്നെ എങ്ങനെയാണ് അവൾക്ക് തലവേദന ഇല്ലാതിരിക്കുന്നത്? അവളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ അവളോട് മറ്റൊരു ചോദ്യം ചോദിച്ചു, മോളെ, ഈ കഴിഞ്ഞ 1.5 വർഷക്കാലം രാത്രി 11 മണി മുതൽ വെളുപ്പിനെ 4 മണി വരെ ഈ പയ്യനോട് നീ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടും നിനക്ക് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് തീർന്നു പോയില്ലേ മോളെ? ഈ ചോദ്യം കേട്ടപ്പോൾ അവൾ ചിരിച്ചിട്ട് പറഞ്ഞു, ഇല്ല അച്ഛാ, തീർന്നിട്ടില്ല. ഇനിയും എത്ര മണിക്കൂർ വേണമെങ്കിലും. ധ്യാനത്തിന് വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആ മൊബൈൽ ഫോൺ അച്ഛൻ എൻ്റെ ആയിട്ട് എടുത്തു തന്നു. ഞാൻ ഈ ധ്യാനം തീരുന്നിടം വരെ 24 മണിക്കൂറും എല്ലാ ദിവസവും വേണമെങ്കിൽ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ സബ്ജക്റ്റ് തീരില്ല. അത്രയ്ക്ക് എനിക്ക് അവനോട് പ്രണയമാണത്രേ. പ്രണയബന്ധത്തിൻ്റെ 1ാമത്തെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കി അവിടെ കുറിച്ചിട്ടു. അതിതായിരുന്നു, പ്രണയിക്കുന്ന വ്യക്തിയോട് എത്ര സംസാരിച്ചാലും തീരില്ലെന്ന്. എത്ര സംസാരിച്ചാലും തീരില്ല. പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ?
എത്ര പ്രാർത്ഥിച്ചാലും മതിയാകുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ നിങ്ങളുടെ പരാതി? ചിലരൊക്കെ രാത്രി 12:30 മണിയാകുമ്പോൾ ടെലിഫോൺ ചെയ്യും നമ്മുടെ ഉറക്കം കളയാനായിട്ട്. വിളിച്ചിട്ട് പറയും, അച്ഛാ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കമില്ല, പല ടെൻഷനാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അവർക്കൊരു മരുന്ന് കുറിച്ച് കൊടുക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിലെ പാമ്പാക്കട നമസ്കാര പുസ്തകം ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതിൻ്റെ അകത്ത് ഈ രാത്രി പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയുണ്ട്. ആ രാത്രി പ്രാർത്ഥന എടുത്ത് ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ എന്നുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന അങ്ങ് ചൊല്ലി അതിൻ്റെ പകുതിയാകുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങിയിരിക്കും, ഉറപ്പാണ്. അത് പലപ്പോഴും പ്രാക്ടിക്കലായിട്ടുമുണ്ട് കേട്ടോ, വിജയിച്ചിട്ടുണ്ട് ആ മരുന്ന്. കാരണം പ്രാർത്ഥന തുടങ്ങിയ നമ്മുടെ ആളുകൾ ഉറക്കം തുടങ്ങും. ഇത് നമ്മുടെ സ്വഭാവം. എത്ര ഉറക്കമില്ലാത്തവനും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഉറങ്ങും എന്ന് പറഞ്ഞാൽ ആ പ്രണയബന്ധം പോയിട്ട് ഇഷ്ടമെന്നുള്ളൊരു തലത്തിലേക്ക് പോലും, സംസാരിക്കാനൊന്ന് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് പോലും നമ്മൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തലം. സഹോദരങ്ങളെ, അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ എത്ര പ്രാർത്ഥിച്ചാലും മതിയാകുന്നില്ല എന്നുള്ള ഒരു ദൈവാനുഭവത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് കഴിയണം. എത്ര പറഞ്ഞാലും, ക്രിസ്തുവിനോട് എത്ര സംസാരിച്ചാലും എനിക്ക് മതി വരുന്നില്ല ഒരു ദൈവാനുഭവത്തിലേക്ക് നിങ്ങൾ വളർന്നാൽ അവിടെ നിങ്ങൾക്ക് അവനോട് പ്രണയമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രണയബന്ധത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ആരെയും ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ്. പ്രണയിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ആരെയും ഉപേക്ഷിക്കാൻ തയ്യാറാകും. ഇന്നലെ കണ്ടവനായിരിക്കും. പ്രണയിക്കുന്ന വ്യക്തിയുടെ വർഗം, വർണ്ണം, അതുപോലെ തന്നെ അവൻ്റെ നിറം, അവൻ്റെ സ്വഭാവം, അവൻ്റെ രൂപം, അവൻ്റെ പ്രായം, ഇതൊന്നും മറ്റേ ആൾക്ക് പ്രശ്നമല്ല. കാരണം പ്രണയബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത അവൻ്റെ സൗന്ദര്യം പോലും, ഇവൾ നോക്കുമ്പോൾ അവന് സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ അവൻ നോക്കുമ്പോൾ അവൾക്ക് സൗന്ദര്യമുണ്ടത്രേ. അതാണ് കണ്ടോ, എത്ര വിരൂപയാണ് അവളെങ്കിലും പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ ചോദിക്കും, ഓ നിൻ്റെ ഭാര്യ എത്രമാത്രം വിരൂപയാണ്, പക്ഷേ അവൾ സൗന്ദര്യമുള്ളവളാണ്. നീ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് ഇന്ന വൈരൂപ്യങ്ങളുണ്ടെന്ന് മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൻ പറയും അതൊന്നുമല്ല, അതിനേക്കാൾ അവൾ സുന്ദരിയാണ്. കാരണം ആ പ്രണയിക്കുന്ന വ്യക്തി അത്ര സൗന്ദര്യമുള്ളവനായിട്ട് അവൾക്ക് തോന്നുന്നു. ക്രിസ്തുവിൻ്റെ ഒരു സൗന്ദര്യം ദർശിക്കുവാൻ പ്രാർത്ഥനകളിൽ നമുക്ക് കഴിയാറുണ്ടോ? എത്ര സംസാരിച്ചാലും തീരുന്നില്ല. അവന് വേണ്ടി ആരെയും ഉപേക്ഷിക്കുവാനുള്ളൊരു മനസ്സ് കണ്ടോ. പ്രണയിക്കുന്ന കാമുകന് വേണ്ടി അത്ര നാൾ വളർത്തി വലുതാക്കിയ കഷ്ടപ്പെട്ട അപ്പനെയും കയ്യോ കാലോ വളരുന്നു എന്ന് നോക്കി നിലത്തും വയ്ക്കാതെ തലയിലും വയ്ക്കാതെ ആ അമ്മ പൊക്കിക്കൊണ്ട് നടന്നിട്ട് ആ അമ്മയെയും ഒക്കെ മറന്ന് 10 മാസം ചുമന്നു പറ്റ ഉദരത്തെയും ഏറെ സ്നേഹിച്ച് കൂടെ കളിച്ചു വളർന്ന സഹോദരങ്ങളെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വിട്ട് സ്നേഹിക്കുന്ന ഒരുവന് വേണ്ടി ഒരു നാൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും വേണമെങ്കിൽ ഇല്ലാതെ തന്നെ ഇറങ്ങിപ്പോകുവാൻ മടിയില്ലാത്തവനാണ് ഒരു കാമുകനും കാമുകിയും എന്ന് തിരിച്ചറിയണം. ഈ ഒരു റിലേഷൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് തോന്നാറുണ്ടോ? അത് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ളൊരു ചോദ്യം. ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി എന്തും ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയാറുണ്ട്. നമുക്ക് വിലയുള്ളതിനെ ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നമുക്ക് വിലപ്പെട്ടത് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഭക്ഷണം പോലും ചിലർ കഴിക്കേണ്ടത് ഓർക്കാറില്ലത്രേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ്റെ ആവശ്യ ഘടകമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളെപ്പോലും രണ്ടാമതായി മാത്രം കാണുന്നു. പ്രണയിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധത്തെ പ്രഥമമായി കാണുന്ന ഒരു അനുഭവം. സഹോദരങ്ങളെ, ഈ ഒരു ദൈവിക ബന്ധത്തിലേക്ക് നമ്മൾ വളരണമെന്നുള്ളതാണ്. ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം ഇവിടെ ഈ വായിച്ചു കേട്ട വചനഭാഗത്തിൽ നിന്ന് ഈ ഒരു ചിന്തയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഈ ഒരു പിരിയാത്ത ബന്ധമായിരുന്നു, ഈ ഒരു ചേർന്ന് നിൽക്കുന്ന ബന്ധമായിരുന്നു. ആ ഒരു ബന്ധത്തിൽ നിന്നാണ് ആത്മാവ്, ആ ഒരവസ്ഥയിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് എൻ്റെ മക്കളായി തീരുന്നതെന്ന് പറയും. കാരണം ഒരു വ്യക്തിയുടെ രക്തബന്ധം എന്ന് പറയുന്ന ഒരു തലമുള്ളതുപോലെ തന്നെ ഒരാത്മബന്ധമാണ്. യേശുവിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവും എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവും ഒരേ ആത്മാവും, യേശുവിൻ്റെ ഉള്ളിലുള്ള ആത്മാവും എൻ്റെ ഉള്ളിലെ ആത്മാവും ഒരേ ആത്മാവാകുമ്പോൾ അതൊരാത്മബന്ധമായി മാറുന്നു. നമ്മൾ രക്തബന്ധം എന്നൊക്കെ പറയാറില്ലേ? അപ്പനും മക്കളും തമ്മിലുള്ള രക്തബന്ധം, അമ്മയും മക്കളും തമ്മിലുള്ള രക്തബന്ധം. ഈ രക്തബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയും എന്ന് പറയുന്നത് പോലെ ഒരാത്മബന്ധമുണ്ട്. അത് യേശുവിൻ്റെ ശിരകളിൽ ഓടുന്ന ആ ആത്മാവ് തന്നെ എൻ്റെ ശിരകളിലും ഓടുമ്പോൾ, യേശുവിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ആ ആത്മാവ് തന്നെ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ, യേശുവിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആ ആത്മാവ് തന്നെ എൻ്റെ കരങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ദൈവമക്കളും എന്നുള്ള തലത്തിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, ഈ ആത്മാവ് ക്രിസ്തുവിനെ പിരിയാതെ കൂടെ നിന്നിരുന്നു എന്നുള്ള ഒരു അനുഭവമാണ്. ഓരോ നിമിഷവും, ഓരോ ചലനത്തിലും, ക്രിസ്തുവിൻ്റെ ഓരോ ചലനത്തിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു. ലാസറിന് ജീവൻ പകർന്ന സന്ദർഭത്തിൽ പോലും ലാസറെ പുറത്തു വരിക എന്ന ജീവൻ്റെ വചസ്സുകൾ തൻ്റെ അധരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നൊടിയിട കൊണ്ട്
ഉള്ളിൽ നിന്ന് പുറത്തു വന്ന്, ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് ലാസറിൻ്റെ ചീഞ്ഞ ശരീരത്തിന് ജീവൻ പകർന്ന് അവനെ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് നിർത്തി യേശുവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രണയമുണ്ട് ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു ദൃഢമായ ബന്ധമുണ്ട്. ആത്മാവ് ആ ഒരു ബന്ധത്തിൻ്റെ തലത്തിൽ നിന്നുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ക്രിസ്തുവിന് ആത്മാവുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, പിതാവ് സത്യത്തിൻ്റെ ആത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായി വരുമെന്ന്, ഞാൻ നിങ്ങൾക്കായി അയക്കുമെന്ന്. കണ്ടോ, എത്ര വലിയ ഒരു ബന്ധമാണ്. ഞാനിതിനെ ഒരു പ്രണയബന്ധവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ ഹൃദയം കോരിത്തരിച്ചത് ഈ ഒരു വചനം ധ്യാനിച്ചപ്പോൾ. കാരണം താൻ സ്നേഹിക്കുന്ന കാമുകിയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാമുകൻ തൻ്റെ കൂട്ടുകാരനോട് പറയുന്നൊരു വാക്കുപോലെ എനിക്കിതിനെ ധ്യാനിക്കാനായിട്ട് കഴിയുകയാണ്. അതായത് കാമുകിയെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പോവുക. വീട്ടിലവളെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇവൻ വിളിച്ചാൽ അവൾ വരും. അവൾക്ക് ചുറ്റും എത്ര മതിൽക്കെട്ടുകളുണ്ടെങ്കിലും വേലിക്കെട്ടുകളുണ്ടെങ്കിലും ഇവൻ വിളിച്ചാൽ അവൻ വന്നിരിക്കും. അതാണ് അവളും അവനും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് അവനെ കാത്തിരിക്കുന്ന അവൻ്റെ കൂട്ടുകാരോട് പറയുക, ഞാൻ പോകും, ഞാൻ പോയിട്ട് അവളോടൊന്ന് ചോദിക്കട്ടെ, മോളെ നീ എൻ്റെ കൂടെ വരുന്നോ, നീ വരുവാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോവാം എന്ന് ചോദിക്കട്ടെ എന്നൊന്നും അല്ല പറയണത്. ഞാൻ അവളെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് പറയുക. അവൻ്റെ ഉറപ്പാണ്. അതാ പ്രണയത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു ഉറപ്പാണ്. അതേ വാക്കുകളാണ് യേശു ഇവിടെ ആവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, ഞാൻ കാര്യസ്ഥനെ ഇങ്ങോട്ടേക്ക് അയക്കും. കണ്ടോ, എൻ്റെ പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുമെന്നാണ് പറയുക. ഒരു അനുവാദം പോലും ചോദിക്കേണ്ട കാര്യമില്ല ആത്മാവിനോട്. കാരണം ആത്മാവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം അത്രമേൽ ആഴമാണ്, അത്രമേൽ ദൃഢമാണ്. അതേ ആത്മാവ് നിൻ്റെ സ്ഥിരകളിലും ഓടുമ്പോൾ, അതേ ആത്മാവ് നിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ, അവിടെയാണ് നീ ദൈവമക്കൾ എന്നുള്ള, ദൈവമകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള ദൈവാനുഭവത്തിലേക്ക് വളരുന്നത്. എത്രയോ ആഴമായൊരു സന്ദേശമാണ് കർത്താവ് നമുക്കിപ്പോൾ തന്നിരിക്കുക. ഓ ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പ്രണയപൂർവ്വം സമർപ്പിക്കുന്നു എന്നുള്ള ആ ഒരു പ്രാർത്ഥന അതായിരിക്കട്ടെ. ആ ഒരു ബന്ധം ഹൃദയപൂർവ്വമായൊരു ബന്ധം, പ്രകടനാത്മകമായ ബന്ധമല്ല, മറിച്ച് നമ്മുടെ ചലനങ്ങളിലൂടെയുള്ളൊരു ബന്ധമല്ല. അതിനേക്കാളൊക്കെ ഉപരിയായി ഉള്ളിൽ നിന്നുള്ള ഒരു ദൈവാനുഭവം, ഹൃദയപൂർവ്വമായൊരു ബന്ധം. അവനെ നയിക്കുന്ന ആത്മാവ് തന്നെ എന്നെയും നയിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ തലത്തിലേക്ക് അത് വളരുന്ന ഒരു ദൈവാനുഭവം. അതുതന്നെ ദൈവാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ നാഥ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. പലവട്ടം ഈ വചനഭാഗം ഞങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അങ്ങുമായിട്ടുണ്ടാകുന്ന ബന്ധം എത്രമാത്രം ദൃഢതരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇഷ്ടമെന്ന തലത്തിൽ നിന്നൊക്കെ ഉപരിയായി സ്നേഹമെന്ന തലത്തിൽ നിന്നും ഉപരിയായി പ്രണയമെന്ന തലത്തിലേക്ക് അങ്ങുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തെ അവിടുന്ന് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുന്നതാണ് ഇഷ്ടം എന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളെ സ്നേഹിക്കാത്തവരെ പോലും തിരിച്ചു സ്നേഹിക്കുന്നതാണ് സ്നേഹം എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നാൽ പ്രണയമെന്നത് ഞങ്ങളെ സ്നേഹിക്കാത്ത വ്യക്തിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു ദൈവാനുഭവമാണ് പ്രണയമെന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, അങ്ങുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഈ ഒരു അനുഭവത്തെ പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വം സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.